പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും എല്ലാ കുടുംബങ്ങളെയും ഇവരുടെ എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും പരീക്ഷ എഴുതുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങേ തിരുസ്ഥാനത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന തിരിച്ചറിവുകളും സത്യങ്ങളും അറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കുവാനും പ്രാർത്ഥിക്കുവാനും മക്കളെ സമർപ്പിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കൾക്കും ആവശ്യമായ ആരോഗ്യവും സന്തോഷവും കൃപയും നിറച്ച് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മക്കള് അങ്ങയുടെ കരുത്തോടെ ശക്തിയോടെ അഭിഷേകത്തോടെ സ്വർഗത്തിന്റെ സഹായത്തോടെ ജീവിക്കട്ടെ, പഠിക്കട്ടെ, പരീക്ഷ എഴുതട്ടെ, അവർ വിജയം വരിക്കട്ടെ. ഈ ഭൂമിയിൽ ഞങ്ങളുടെ മക്കൾ ഉന്നതരായി തീരട്ടെ. അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി അതിശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മളായിരിക്കുന്നത്. ഞാൻ പറയും, ഈ കാലഘട്ടത്തില് മാതാപിതാക്കൾ എപ്പോഴും മക്കളെ അനുഗമിക്കണം. സാന്നിധ്യം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, സ്നേഹം കൊണ്ട്, സംരക്ഷണം കൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ പൊതിഞ്ഞു പിടിക്കും. കാരണം അത്രമാത്രം തിന്മ നിറഞ്ഞ, പൈശാചികത നിറഞ്ഞ, പ്രലോഭനം നിറഞ്ഞ ഒരു ലോകത്തിലാ നമ്മുടെ മക്കളും നമ്മളും ഒക്കെ ജീവിക്കും. അതുകൊണ്ട് അതുപോലെ നിരന്തരം പ്രാർത്ഥിക്കണം. നമുക്കറിയാം, ഒരു ദിവസം പോലും മുടങ്ങാതെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അതിശക്തമായി മുന്നോട്ട് പോകുമ്പോ അതിൽ നിരന്തരം പങ്കെടുക്കുന്ന അനേകം മക്കളെ ഞാൻ എവിടെ ചെന്നാൽ, ഏത് ഇടവകകളിൽ ധ്യാനിപ്പിക്കാൻ ചെന്നാലും, ഏത് സ്ഥലത്ത് ചെന്നാലും അനേകം മക്കൾ പറയാറുണ്ട്, അച്ഛാ, ഞങ്ങൾ നിരന്തരമായിട്ട് മുടങ്ങാതെ ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, അതിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾ ഏറെയാണെന്നൊക്കെ ഒത്തിരി മക്കളെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പ്രാർത്ഥന നമ്മൾ അനേകം മക്കൾക്ക് പങ്കുവെച്ചു കൊടുക്കണം. ഈ കാലഘട്ടത്തിന്റെ വലിയ ആവശ്യമാണ് ഈ പ്രാർത്ഥന എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ അനേകം മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം, പങ്കുവെച്ചു കൊടുക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിലൂടെ യൂട്യൂബ് തന്നെ അനേക മക്കളിലേക്ക് ഈ ശുശ്രൂഷ എത്തിക്കുവാൻ ഇടയാക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അനേക മക്കൾ രക്ഷപ്രാപിക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഷയം, നമ്മുടെ മക്കൾ ആർക്കു വേണ്ടിയുള്ളതാണ്? ദൈവം ദാനമായി നൽകിയ മക്കൾ. നമ്മുടെ മക്കളെ നമ്മൾ ദൈവത്തിന് വേണ്ടി വളർത്തണം. എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ പ്രവൃത്തികൾ നിറവേറ്റുന്ന മക്കളാക്കി മാറ്റണം. മക്കളായിട്ട് നമ്മുടെ മക്കളെ വളർത്തണം. അത് നമ്മുടെ വലിയ ഉത്തരവാദിത്വമാണ്. ഇന്ന് പല മാതാപിതാക്കളും തങ്ങളുടെ മക്കളെ തന്നിഷ്ടം പോലെ, അവരുടെ ഇഷ്ടം പോലെ വളർത്തുന്നു, പഠിപ്പിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെയില്ല. ദൈവം തന്ന മക്കള്, ദൈവത്തിന്റെ സ്വന്തമായിട്ട് ജീവിക്കേണ്ട മക്കള്, ആ മക്കളെ അതുപോലെ പറഞ്ഞ് സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കണം ദൈവകരങ്ങളിൽ. നമ്മൾ നമ്മുടെ ബന്ധപ്പെട്ട് സാമൂലിന്റെ 1-ാം പുസ്തകത്തില് 1-ാം അധ്യായത്തിന്റെ 28-ാം വചനം നമുക്കറിയാം സംഭവം. സാമുവേലിന്റെ ജനനത്തെ കുറിച്ചൊക്കെ. എൽക്കാന, ഹന്ന, എൽക്കാനയുടെ മറ്റു ഭാര്യ പെനീനയ്ക്ക് മക്കളുണ്ട്, ഹന്നയ്ക്ക് മക്കളില്ല. അങ്ങനെ നേർച്ചയൊക്കെ നേർന്ന് കർത്താവിന് സമർപ്പിച്ചേക്കാം എന്നുള്ള ആ വലിയ അടിസ്ഥാനത്തിൽ അവൾ പ്രാർത്ഥിച്ചു. അങ്ങനെ ഹന്നായ്ക്ക് സാമുവേലിനെ നൽകിയ ദൈവം അനുഗ്രഹിക്കണം. ഈ സാമുവേലിനെ ഇത് ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു വലിയ ആരാധന ഈ കുടുംബം നടത്തുന്നുണ്ട്. 1 സാമുവേൽ 1-ാം അധ്യായത്തിന്റെ 28-ാം വചനം നമ്മൾ വായിക്കണം. ആകയാൽ ഞാൻ അവനെ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു, ആജീവനാന്തം അവൻ കർത്താവിനുള്ളവനാണ്. അവർ കർത്താവിനെ ആരാധിച്ചു. ആരാധിക്കുക എന്ന് പറഞ്ഞാല് ദൈവത്തിന് സമർപ്പിക്കുക എന്നാണ് അർത്ഥം. അതായത് ആജീവനാന്തം ഇവൻ കർത്താവിനുള്ളവനാണ്. അങ്ങനെ ദേവാലയത്തില് കർത്താവിന് ഈ സാമൂലിനെ സമർപ്പിച്ചുകൊണ്ട് അവർ ദൈവത്തെ ആരാധിച്ചു. എന്നെ ഒത്തിരി സ്വാധീനിച്ചൊരു വചനമാണ്. നമ്മുടെ മക്കളെ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ കർത്താവിന് സമർപ്പിക്കണം. ആ ജീവനാന്തം ഈ മകൻ, ഈ മകൾ കർത്താവിനുള്ളവനാണ്, കർത്താവിനുള്ളവനാണ്
എന്നുള്ള അടിസ്ഥാനത്തിൽ സമർപ്പിച്ചിട്ട് ദൈവത്തെ ആരാധിക്കണം. ഈ കൊച്ചിനോട് പറഞ്ഞു കൊടുക്കുക, നീ കർത്താവിനുള്ള കൊച്ച. അതുകൊണ്ട് തന്നെ സാമുവേലെ പിന്നീട് നോക്കിയേ, അവൻ ദേവാലയത്തില് അവൻ ദൈവത്തെ സ്തുതിച്ച്, ദൈവത്തെ ആരാധിച്ച്, ദൈവകൽപ്പനകൾ പാലിച്ച്, ദൈവത്തെ പ്രീതിപ്പെടുത്തി ആ മകൻ വളർന്നു വരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കൾ കർത്താവിനുള്ള മക്കളാണ്. നമ്മുടെ മക്കൾ കർത്താവിൻ്റെതാണ്. അതുപോലെ ദേവാലയത്തില് മക്കളെ സമർപ്പിച്ച് കർത്താവിൻ്റെതാണെന്ന് കൊച്ചുങ്ങളോട് പറഞ്ഞു കൊടുത്ത് ആ കുഞ്ഞിനെ ആജീവനാന്തം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ദിവസങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന വലിയൊരു കാര്യമാണ്, മക്കൾ കർത്താവിന് വേണ്ടി ജീവിക്കണം, കർത്താവിന് വേണ്ടി പഠിക്കണം, കർത്താവിന് വേണ്ടി ജോലി ചെയ്യണം, കർത്താവിന് വേണ്ടി വിദേശത്ത് പോകണം, കർത്താവിന് വേണ്ടി ഓരോന്നും ചെയ്യണം. ഒത്തിരിയേറെ മക്കള് തന്നിഷ്ടം പോലെ ജീവിക്കുക, ദൈവം പറഞ്ഞ കാര്യങ്ങൾക്കോ കർത്താവിന്റെ പ്രവൃത്തികൾക്കോ ഒരു വിലയില്ലാത്ത രീതിയിൽ ജീവിക്കുമ്പോഴാണ് ലോകാരൂപി കയറി വരും. ആ മക്കൾ ലോകത്തിൻ്റെതായി ജീവിക്കും, ലോകാരൂപിയുടേതായിട്ട് ജീവിക്കും, പിശാചിന്റെ ആയിട്ട് ജീവിക്കും. ആ മക്കൾ മദ്യപിക്കും, വ്യഭിചരിക്കും, തോന്നിമാരി ജീവിക്കും. അവര് തകർന്ന് അടിഞ്ഞ് അടങ്ങി ഒടുങ്ങി. അതുകൊണ്ട് മക്കളെ, ഈ ഒരു അടിസ്ഥാനം നമ്മൾ മറക്കരുത്. നമ്മുടെ മക്കൾ കർത്താവിൻ്റെയാണ്, അവർ കർത്താവിൻ്റെതായി ജീവിക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, പറഞ്ഞു കൊടുക്കണം മക്കൾക്ക്, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ മക്കളാ, നിന്റെ മോനാ, നിന്റെ മോളാ, നീ കാത്തു സൂക്ഷിക്കണം, നിന്റേതായിട്ട് ജീവിപ്പിക്കണം, നിന്റേതായിട്ട് ആ കുഞ്ഞിനെ സംരക്ഷിക്കണം. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കും. നമ്മൾ അതാ പ്രാർത്ഥിക്കാൻ പോണെ. ആ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക. എന്റെ കൊച്ച് എന്റെ അല്ല, കർത്താവിന്റെയാ. ഹന്നായെ പോലെ നിങ്ങൾ അങ്ങനെ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ, മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ അങ്ങനെ ദൈവത്തിന് സമർപ്പിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഈ ഒരു വാക്ക് ഉരുവിട്ട് 1 സാമുവേൽ 1:28 എടുത്ത് നന്നായിട്ട് വായിച്ച് ധ്യാനിച്ച് പഠിച്ച് ആ സത്യം അംഗീകരിച്ച് നിങ്ങളുടെ മക്കളെ കർത്താവിന് പ്രതിഷ്ഠിച്ചോ. കർത്താവിനുള്ളതാണ് ഈ കുഞ്ഞ് എന്ന് പറഞ്ഞ് ആരാധിച്ച് കർത്താവിന് സമർപ്പിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ മക്കള് നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് ഈ ഒരു പ്രതിഷ്ഠ, ഈ ഒരു ആരാധന തമ്പുരാന്റേതിന് സമർപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ ഒരു ആരാധന ഇന്ന് മാതാപിതാക്കൾ നടത്തണം. കർത്താവിൻ്റെതാണ് ഒരു സമർപ്പണം നടത്തിയിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ ജീവിക്കാൻ വേണ്ട കൃപ, അനുഗ്രഹം, അഭിഷേകം, ജ്ഞാനം, അറിവ്, സത്യം തിരിച്ചറിഞ്ഞ് ജീവിക്കാനുള്ള വലിയൊരു ഭാഗ്യം ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. ഓർത്തേക്ക്, കർത്താവിൻ്റെതായതിനെ കർത്താവ് എങ്ങനെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കും മക്കളെ. ഈശോ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ഈശോയെ, വലിയൊരു തിരിച്ചറിവ് നൽകി ഇന്നേ ദിനം ഞങ്ങളെ അവിടുന്ന് അങ്ങയിലേക്ക് ചേർത്ത് പിടിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് തന്ന ദാനമാണ് ഞങ്ങളുടെ മക്കളില്ലാത്ത ഹന്നായ്ക്ക് കുഞ്ഞിനെ നൽകിക്കൊണ്ട് അനുഗ്രഹിച്ചപ്പോ ആ സാമുവേലിനെ ഹന്ന അങ്ങയുടെ തിരുമുമ്പിലേക്ക് കൊണ്ടുവന്ന് സമർപ്പിച്ചിട്ട് അങ്ങയോട് പറഞ്ഞ വാക്കുകളാണല്ലോ ഇന്ന് ഞങ്ങളെ അവിടുന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാനും സമർപ്പിക്കാനും അങ്ങ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. കർത്താവേ, ഈ കുഞ്ഞ് അങ്ങയുടേതാണ്. വീണ്ടും ഞങ്ങൾ കാണുന്നു, ഞാൻ ഇവനെ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു. അവൻ കർത്താവിനുള്ളവനാണ്. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ആ കുടുംബം അങ്ങേ ആരാധിച്ചു. കർത്താവ്, ഇന്ന് ഈ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് ദാനമായി തന്ന മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവ് ഞങ്ങളും ഏറ്റുപറയുന്നു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. നമുക്കൊരു നിമിഷം ദിവ്യകാരുണ്യ സന്നദ്ധിയില് കർത്താവ് തന്ന നമ്മുടെ മക്കളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിട്ട് ആത്മന ആ കുഞ്ഞിനെ കർത്താവിലേക്ക് കൊണ്ടുവന്ന് സമർപ്പിച്ചിട്ട് എല്ലാവരും ഒന്ന് ഈശോയോടൊന്ന് ഈ വചനം പറഞ്ഞ്, ഹന്നായോട് ചേർന്ന് ഈ വചനം പറഞ്ഞ് സമർപ്പിച്ചേ. കർത്താവേ, ഞാൻ എൻ്റെ കുഞ്ഞിനെ അങ്ങേക്ക് സമർപ്പിച്ചിരിക്കുന്നു. എൻ്റെ മോൻ
എൻ്റെ മോള് ആജീവനാന്തം കർത്താവിനുള്ളവനാണ്, കർത്താവിനുള്ളവളാണ്. സമർപ്പിച്ച മക്കളെ, നിങ്ങളുടെ മക്കളെ ദൈവം തന്ന ദാനമാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ സന്നദ്ധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പറ, കർത്താവേ, ഞാൻ എൻ്റെ കുഞ്ഞിനെ അങ്ങേക്ക് സമർപ്പിച്ചിരിക്കുന്നു. ആജീവനാന്തം എൻ്റെ കുഞ്ഞ് അങ്ങേക്കുള്ളതാണ്, അങ്ങേക്കുള്ളവനാണ്, അങ്ങേക്കുള്ളവളാണ്. ആരാധിക്കും മക്കളെ, സമർപ്പിച്ച് ആരാധിക്കും മക്കളെ. ഈശോയ്ക്ക് സമർപ്പിക്കുക, കർത്താവിന് വേണ്ടി സമർപ്പിക്കുക. ആജീവനാന്തം മരണം വരെ നമ്മുടെ മക്കള് കർത്താവിനുള്ളവരായിരിക്കട്ടെ. സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ മക്കളെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങ് ദാനമായി തന്ന, അങ്ങ് ഭരമേൽപ്പിച്ച എല്ലാ മക്കളെയും ഓർത്ത് നന്ദി പറഞ്ഞ് കർത്താവെ, അവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഏറ്റു പറയുന്നു, ആജീവനാന്തം ഞങ്ങളുടെ മക്കള് അങ്ങേക്കുള്ളവരാണ്, അങ്ങേക്കുള്ളവരാണ്. കർത്താവിന്റെ പൗരോഹിത്യത്തില് അങ്ങനെ ഭരമേൽപ്പിച്ചു തന്നിരിക്കുന്ന അനേകം ആത്മീയ മക്കളുണ്ട്. കർത്താവിയ മക്കളെല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ആജീവനാന്തം ആ മക്കൾ ഓരോരുത്തരും അങ്ങേക്കുള്ളവരാണ്. കർത്താവ് അങ്ങ് അനുഗ്രഹിക്കണമേ, അങ്ങ് ഏറ്റെടുക്കണമേ. പ്രിയപ്പെട്ട ദൈവ മക്കളെ, മാതാപിതാക്കളെ, നിങ്ങളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന മക്കളെ സമർപ്പിക്കുകയും അച്ഛനെയും അനേകം മക്കളെ ഈശോ ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് കർത്താവ് നമ്മെ പരമേൽപ്പിച്ച എല്ലാ മക്കളെയും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് ഏറ്റു പറയാം, ആ ജീവനാന്തം അങ്ങ് ഏൽപ്പിച്ച മക്കൾ അങ്ങേക്കുള്ളവരാണ്. കാത്തു സംരക്ഷിക്കണമേ. സാമുവേലിനെ പൊതിഞ്ഞു പിടിച്ചതുപോലെ, അനുഗ്രഹിച്ചതുപോലെ, ജ്ഞാനം കൊണ്ട് നിറച്ചതുപോലെ, അവരുടെ ജീവിതത്തിൽ ഇടപെട്ടതുപോലെ കർത്താവ് ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തില്, പഠനത്തില്, സ്വഭാവത്തില്, ഭാവി ജീവിതത്തില്, അവരുടെ ഉന്നതമായ അവസ്ഥയില് കർത്താവ് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം. അങ്ങയുടെ മക്കൾ തോൽക്കാനിടയാകരുത്. അങ്ങയുടെ മക്കള് എവിടെ ചെന്ന് കെണിപ്പെടാൻ പാടില്ല. അങ്ങയുടെ മക്കൾ ഈ ലോകത്തിന്റെ ആരുടേതുമാകരുത്. അങ്ങേക്കുള്ള മക്കളാ. ലോകാരൂപിയുടേതായി തീരരുത്, പിശാചിൻ്റെതായി തീരരുത്, ഒരു വ്യക്തിയുടേതായിട്ട് തീരരുത്, ഒരു പ്രേമക്കുരുക്കിൽ ചെന്ന് പെടരുത്, ഒരു ലഹരിയിൽ ചെന്ന് പെടരുത്, ആരുടെയും ഒന്നിന്റെയും അടിമകളായിട്ട് മാറരുത്. അങ്ങേക്കുള്ളവരാണ്, അങ്ങേക്കുള്ളവരാണ്. സമർപ്പിക്കുക മക്കളെ. ഈ ഒരു സത്യം അറിഞ്ഞ് മക്കളെ സമർപ്പിച്ച് ആരാധിച്ച് ഈശോയോട് പ്രാർത്ഥിക്കുക. ഇന്ന് മാത്രമല്ല, കർത്താവ് ഇന്ന് പറഞ്ഞ കാര്യമാണ്. ഈ ഒരു സത്യത്തിൽ സമർപ്പിച്ച് ആരാധിച്ച് മാതാപിതാക്കൾ മക്കളെ കർത്താവിനെ ഏൽപ്പിക്കട്ടെ. ഈ ഒരു സമർപ്പണ പ്രാർത്ഥന 1 സാമുവേൽ 1:28 മറക്കാതെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈശോ ആവശ്യപ്പെടുന്നു. മക്കളെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ അവകാശത്തെ കാത്തു സംരക്ഷിക്കുന്ന കർത്താവിന്റെ അനുഗ്രഹ ആശീർവാദത്തിനു വേണ്ടി നമ്മുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം. മക്കളെ പ്രാർത്ഥന കർത്താവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവിന്റെ വലിയ ആശീർവാദം മക്കളെ മേൽ ചൊരിയപ്പെടാനും കർത്താവിന് സ്വന്തമായിട്ട് ആ ജീവനാന്തം മക്കൾ ജീവിക്കാനും വേണ്ട കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി മക്കളെ പരമേൽപ്പിച്ചുകൊണ്ട് സ്തുതിച്ച് ആരാധിച്ച് സമർപ്പിച്ച മക്കളെ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് ഞങ്ങളുടെ മക്കളെ പൊതിഞ്ഞു പിടിക്കണമേ. അങ്ങയുടെ അവകാശമായി, അങ്ങയുടെ സ്വന്തമായി ആ ജീവനാന്തം ഞങ്ങളുടെ മക്കളെ അങ്ങ് സ്വന്തമാക്കണമേ, സ്വീകരിക്കണമേ, നയിക്കണമേ. ആമേൻ.